എല്ലാവർക്കും മീനമാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മീൻകറിയാണ്. എന്നാന്ന് വെച്ചാൽ ചൂടൻ, കടലിലെ ചൂടനാണ്. അത് ഒരു പച്ചക്കായോട്ട് വെക്കുന്ന കറിയാണ്. സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എൻ്റെ വീഡിയോ കണ്ടിട്ട് കേട്ടോ. ഇന്ന് കുറച്ച് കടലിലെ ചൂടൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത് കുറച്ച് പുളിയിട്ട് ഒരു കായൊക്കെ ചേർത്ത് കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ചട്ടിക്കകത്ത് കുറച്ച് ഉപ്പിട്ട് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് വെട്ടി തേച്ച് കഴിക്കുമ്പോൾ ആ നെയ്യൊക്കെ അതിമേ പറ്റി അങ്ങ് പൊക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലും ചട്ടിയിലും എല്ലായിടത്തും ആകും. അപ്പോൾ ഇങ്ങനെ ഉപ്പിട്ട് തേച്ച് കഴുകുന്നത് നല്ലതാണ്. അപ്പം ഞാനിതൊന്ന് വെട്ടിയൊക്കെ എടുക്കട്ടെ. തീരെ കുറച്ച് ചെറുതാണ്. അപ്പോൾ വെട്ടാനും നമുക്ക് കുറേ താമസം വരും. ഇതിൻ്റെ വയറും ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ക്ലീൻ ചെയ്തെടുത്താൽ നമുക്ക് കുറച്ച് കറി വെക്കുകയും ചെയ്യാം, കുറച്ച് വറുക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് താമസമുണ്ട് ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ. ചെറിയ മീനല്ലേ. നല്ല പച്ച മീനാണ് കേട്ടോ. ഇത് കടപ്പുറത്തുനിന്ന് നേരിട്ട് ഒരു വണ്ടിക്കാരൻ കൊണ്ടുവരുന്നതാണ്. എല്ലാ ദിവസവും കൊണ്ടുവരും. അപ്പം നമുക്ക് ആവശ്യമുള്ള മീൻ ഇങ്ങനെ ഇതുപോലെ മേടിക്കാൻ പറ്റും. ഇത്രയും കറി വെക്കാനെടുത്തു, പിന്നെ കുറച്ച് വറുക്കാനെടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ചേ വറുക്കാനെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വറുക്കാനുള്ള ഒന്ന് പെരട്ടിയൊക്കെ വെക്കാം. നല്ലപോലെ ഉപ്പും എരിവും എല്ലാം പിടിച്ചൊക്കെ ഇരിക്കും. ഇത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇച്ചിരി മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി പിടിച്ചതല്ല, കുറച്ച് പെരിഞ്ജീരകവും കൂടിയുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പുരട്ടി വെക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് യോജിച്ച് റെഡിയാകും. നമുക്കത് വറുക്കുന്ന സമയമാകും. ഇത് ഞങ്ങളുടെ ചങ്കൂന് കൊടുക്കാനാണ്. അപ്പം നമുക്കത് ഇച്ചിരി ഉപ്പിട്ട് അങ്ങോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അവന്. കുറച്ച് വെള്ളം മതി. അപ്പോൾ അത് അടുപ്പത്ത് വെക്കാം. ഇതൊരു തക്കാളിയാണ്. അപ്പോൾ ഇത് നമുക്ക് അതിനകത്ത് അരച്ച് ചേർക്കാനുള്ളത്. നല്ല ടേസ്റ്റ് ആയിരിക്കും അത് അരച്ച് ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അരപ്പിൻ്റെ കൂടെ അങ്ങോട്ട് ചേർക്കാം. ഇതൊന്ന് വേവിച്ച് ഒന്ന് ആ തൊലിയൊന്ന് കളയാൻ വേണ്ടി നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു പച്ചക്കായും കൂടി ചേർക്കാം. ഈ മറ്റേ നമ്മുടെ ചൂടൻ കറി വെക്കുന്നതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഇട്ട് കഴിഞ്ഞാൽ. നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനത് ഈ വലിപ്പത്തിലൊക്കെ ഇടുന്ന കേട്ടോ. ആ കൊഴുവയ്ക്ക് അതുപോലെ തന്നെ നീളം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി. ഞാനത് അരിയട്ടെ. അപ്പോൾ അതെ, ഞാൻ മഞ്ഞപ്പൊടി ഇല്ലാത്ത കാരണം മഞ്ഞളാണ്. ഇനി അത് പൊടിച്ചൊക്കെ എടുക്കണം. അപ്പോൾ തേങ്ങ ചേർക്കുകയാണ് അരയ്ക്കാനായിട്ട്. കുറച്ച് തേങ്ങ മതി. എന്നാന്ന് വെച്ചാൽ ഇതിനൊക്കെ നെയ്യൊക്കെ കൂടുതലുള്ളതാണ്. തേങ്ങ അരച്ച് വെച്ചാലാണ് ടേസ്റ്റ്. മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി. മല്ലിപ്പൊടി അതുപോലെ തന്നെ അതേ ഒരു തക്കാളി വേവിച്ചത് അതും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ അതേ കായൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർക്കാം. ഞാൻ പച്ചയ്ക്ക് തന്നെയാണ് വെക്കണത്. അരപ്പ് ചേർത്ത് എല്ലാം അങ്ങോട്ട് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി നമ്മുടെ മീൻ. അല്ല, അതിന് വേവ് കുറവുള്ള സാധനമല്ലേ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മളിത് റെഡിയാക്കി അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ കായും വേകണമല്ലോ. അപ്പോൾ നമ്മൾ ഇച്ചിരി കുറച്ച് വെള്ളം വെക്കണം. അതനുസരിച്ച് ഇതേ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും ചേർത്ത് ഇപ്പോൾ നേരത്തെ ചേർക്കാം. അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു അളവനുസരിച്ച് ആവശ്യത്തിന് ഞാനങ്ങ് ചേർത്തേക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ദേ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉള്ളി ഇത്രയും ഞാൻ ഇതിനകത്തേക്ക് ചതച്ച്
ചേർക്കുക. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. നമ്മൾ പുളി ചേർത്തില്ലായിരുന്നതേ, കുറച്ച് പുളി ചേർത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് പുളിയും കൂടി അങ്ങ് ചേർത്ത് ഇനി അതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് മീനൊക്കെ ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം പറ്റുമ്പോൾ നമുക്ക് മീനിടാം. അല്ലാണ്ട് മീനിന് പെട്ടെന്ന് വേകുന്ന മീനാണ്, അതിങ്ങനെ പൊട്ടി പിളർന്നു പോകും. ഇതിപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഉപ്പും പുളിയൊക്കെ നേരത്തെ ഇട്ടുകൊണ്ട് കഷ്ണം വേകുമെന്ന്. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തോളൂ, അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒന്നും കൂടി മൂടി വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്. നമുക്കിനി ആ മീനങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു അരിപ്പപ്പാത്രമാണ്, സൂപ്പറാണ്. ഇത് മീനൊക്കെ ഇതുപോലെ വെട്ടി നമുക്ക് ആ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാൻ നല്ല പാത്രം. ഇനി നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇതൊന്നും നന്നായിട്ട് തിളക്കാനായിട്ട്. കുറച്ച് തീ മതി ഇനിയിപ്പം, ഇല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് വെന്ത് അങ്ങ് പൊട്ടി അങ്ങ് പോകും. അപ്പം നമുക്ക് മൂടി വെക്കാം, എന്നിട്ട് തീ കുറച്ച് വെക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയായെന്ന്. ഇപ്പം ഏകദേശമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുകും കൂടി താളിച്ചങ്ങോട്ട് ഒഴിക്കാം. അപ്പം ഞാനിത് ഇറക്കി വെച്ച് കേട്ടോ. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചില്ലായിരുന്നു ഇതിന് നെയ്യൊക്കെ ഉള്ള കാരണേ നെയ്യൊക്കെ അത് എണ്ണ പോലെ തന്നെ പൊങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കടുക് താളിച്ചൊഴിക്കാം. കുറച്ച് എണ്ണ മതി കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അടച്ച് ഇരിക്കട്ടെ. അപ്പം നമുക്കിനി മീൻ വറുക്കാം. അപ്പം നമുക്ക് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മീനൊന്നും അങ്ങ് ഇട്ട് കൊടുക്കാം. എന്തായാലും ചട്ടിക്കകത്താകുമ്പോൾ ഇച്ചിരി പിടിക്കുകയൊക്കെ ചെയ്യാനും കുഴപ്പമില്ല. മിച്ചം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം നല്ലപോലെയൊക്കെ ഒന്ന് റെഡിയായൊക്കെ വരട്ടെ. അതിൻ്റെ കൂടെ ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പിലയും കൂടി ഞാൻ അരിഞ്ഞ് ഇടുന്നുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന സാധനങ്ങൾ. ഇപ്പോൾ റെഡിയാകട്ടെ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടിട്ട് വെക്കണമുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും കൂടി. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ നിർത്തുകയാണ്. അപ്പം ചോറുണ്ണാൻ പോവുകയാണ്. ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.